അമ്മേ, എനിക്കിന്ന് ശമ്പളം കിട്ടിയ ദിവസമാണ്. ഇത് നമ്മുടെ കയ്യിലിരിക്കട്ടെ കേട്ടോ. അമ്മയ്ക്ക് എന്തിനാണ് മോനെ കാശ്? നമ്മുടെ എല്ലാ കാര്യവും മോനല്ലേ നോക്കണത്. അത് കുഴപ്പമില്ല അമ്മേ, നമ്മുടെ കയ്യിലിരിക്കട്ടെ കേട്ടോ. ചേട്ടാ, നിങ്ങൾ അമ്മക്ക് പൈസ കൊടുത്താ? എന്തിനാണ് വെറുതെ അമ്മക്ക് പൈസ കൊടുത്ത് പഠിപ്പിക്കുന്നത്? അച്ഛൻ മരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചേട്ടൻ തന്നെയല്ലേ നോക്കണം. പിന്നെ എന്തിനാണ് ഇനി ഇപ്പം എപ്പോഴും പൈസ കൊടുക്കാൻ നിൽക്കുന്നത്? വെറുതെ ആവശ്യമുണ്ട് പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ നിൽക്കണം കേട്ടോ. ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. എടീ, അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അച്ഛൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അച്ഛനുള്ളപ്പോൾ ഇതുവരെ അമ്മയ്ക്ക് നമ്മുടെ കഴിഞ്ഞിട്ടൊരു അവസരം അച്ഛൻ കൊടുത്തിട്ടില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ആ കുറവ് നികത്താനാണ് ഞാൻ ഈ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നത്. ഒരു സാരിയോ ഒരു ബ്ലൗസോ ഒരു ചെരുപ്പോ എന്നോട് പറയാൻ പറ്റും. അവർ പഴയ ആൾക്കാരാണ്. അവർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഇന്നർ വാങ്ങണമെങ്കിൽ എന്നോട് പറയാനും മടിയുണ്ടാവും. മനസ്സിലായോ? അമ്മയ്ക്ക് അമ്മയുടേതായ ആവശ്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും പൈസ ആവശ്യമുണ്ട്, നിനക്കറിയോ? അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി എല്ലാ മാസവും പൈസ കിട്ടുമ്പോൾ ഒരു വിഹിതം അമ്മയ്ക്ക് കൊടുക്കണം. ഞാൻ മരിക്കുന്നവരെയും കൊടുക്കും. എൻ്റെ അമ്മയ്ക്ക് നീ ചെയ്യൂലേ? അതുപോലെ കണ്ടാൽ മതി.